അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ നിറവേറ്റാനായിട്ട്. അത് നിറവേറ്റാൻ നമ്മൾ പടച്ച റബ്ബിനോട് നിരന്തരം ദുആ ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു ദിക്റ് പരിചയപ്പെടുത്തി തരാം. ഈ ദിക്റ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ റമദാൻ മാസത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ സാമ്പത്തിക മുന്നോട്ടത്തിൽ പോവുകയും ചെയ്യും, ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും, സമ്പത്ത് നിങ്ങൾ എവിടെയാണോ നിങ്ങളെ തേടി വരികയും ചെയ്യും. നിങ്ങൾക്ക് ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് ഉയരുകയും ചെയ്യും, അത് ഉറപ്പാണ്. ഈ ദിക്റ് ചൊല്ലിയിട്ട് കാലങ്ങൾ മുന്നേ ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ദിക്റിന്റെ മഹത്വം എന്ന് വെച്ചാൽ വിജയത്തിന്റെ ദിക്റാണ്. അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിന്റെ നാമമായ ഈ 4 ദിക്റ് നമ്മൾ ചൊല്ലുക. ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചിട്ട് കിട്ടും. നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ കടം വീടി കിട്ടും. എത്ര ലക്ഷമായിക്കോട്ടെ, നിങ്ങൾ ഇത് ആത്മാർത്ഥമായിട്ടൊന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കടങ്ങൾ വീടി കിട്ടും. അതുപോലെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടും. നിങ്ങൾ ഇതിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ ഈ ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ പടച്ച റബ്ബ് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തരും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക. ഇത് ചൊല്ലാൻ സമയം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏത് സമയമായിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, പകലായിക്കോട്ടെ, റമദാൻ മാസത്തിൽ ഏത് സമയത്ത് ചൊല്ലിയാലും പുണ്യം കിട്ടും. അപ്പോൾ നിങ്ങളൊരു സമയം സെലക്ട് ചെയ്തിട്ട് ആ ഒരു സമയത്തിൽ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഈ റമദാൻ മാസം മുഴുവനായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ഒരാഴ്ച ചൊല്ലുമ്പോഴേക്കന്നെ നിങ്ങൾക്ക് ഫലം ഇരട്ടിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയും ചെയ്യും. ചിലർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഫലം കിട്ടുകയും ചെയ്യും, അത് ഉറപ്പാണ്. ഒരുപാട് പേര് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ ദിക്റ് ചൊല്ലിയിട്ട് അവർക്ക് ഒരുപാട് നടന്നു കിട്ടാത്ത ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. മദീനത്ത് നബിയുടെ ഹളറത്തിൽ പോകാൻ നിയത്ത് വെച്ചിട്ട് ഈ ദിക്റ് ചൊല്ലിയിട്ട് നിയത്ത് വെച്ചിട്ട് പോയവരുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. ഈ ദിക്റ് നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ദിക്റിനെ മറന്നേക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ ഇതിനെ കൂടെ കൂട്ടുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിലെത്തും. നിങ്ങൾ ചൊല്ലേണ്ട ദിക്റ് ഇതാണ്: യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. 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 ഈ ദിക്റ് നിങ്ങൾ ആരോടും സംസാരിക്കാതെ നിസ്കാരപ്പായയിൽ ഇരുന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ ചൊല്ലുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇരട്ടി ഫലം കിട്ടും, അത് ഉറപ്പാണ്. ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളി. റമദാൻ മാസത്തിൽ നമുക്ക് പടച്ച റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാനും പൊറുക്കലിനെ തേടാനും കിട്ടിയ ഒരവസരമാണല്ലോ. ആരും ഇത് പായാക്കരുത്. നമ്മുടെ ഹലാലായ മുറാദുകൾ സാധിപ്പിച്ച് കിട്ടാനും നമ്മുടെ തെറ്റുകൾ പുറത്തു തരാനും വേണ്ടിയും പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ. നിങ്ങളുടെ വിലയേറിയ ഈ റമദാൻ മാസത്തിലുള്ള ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ.